അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിന്നറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടുപ്പിലൊന്നും കത്തിക്കേണ്ടിയില്ല. നമുക്ക് തീ കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ബ്രൊക്കോളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്തതാണ്. ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ്. ഇതിനൊന്നും അങ്ങനെ ഇപ്പോൾ കൃത്യമായ ഒരു അളവില്ല. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതാ ഒരു പാത്രം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് റോസ്മേരി ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പിന്നെ അങ്ങനെ ഫ്രഷ് വാങ്ങിക്കില്ലല്ലോ. നമ്മളെ കുക്കിങ്ങിന് അത് അങ്ങനെ അത്ര എന്താ പറയുക വേണ്ടിയ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ് വാങ്ങി വെക്കൽ കേട്ടോ. അപ്പോൾ അതാ റോസ്മേരി നിർബന്ധമായിട്ടും വേണം. അതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്ന സാധനം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു 4-5 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ തോലോട് കൂടിയിട്ടോ മുഴുവൻ തോടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളിൻ്റെ പൊടിയും ഇടുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളിൻ്റെ ഗാർലിക് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളതിന് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ അത് ആവശ്യത്തിന് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വേണം, ലെമൺ വേണം. ലെമൺ ഞാനൊരു ചെറിയ ലെമണാണ് എടുത്തത് കേട്ടോ. ഒരു ചെറുത് 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും അതിൻ്റെ നീര് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെമണും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ ഒരു 2-3-4 ടേബിൾ സ്പൂൺ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിൽ നല്ലതാണല്ലോ ഈ ഒരു ഒലിവ് ഓയിൽ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുക നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച്. ഇതിന് പകരം നിങ്ങൾ വേറെ ഒരു ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഇതിന് വേണ്ടിയത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് എത്ര വേണം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഉപ്പില്ലാണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോസ്റ്റഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ എന്താ പറയുക ഗ്രിൽഡ് വെജിറ്റബിൾസ് എന്നോ അല്ലെങ്കിൽ ബേക്ക്ഡ് വെജിറ്റബിൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഞാൻ ആ ബേക്ക് ചെയ്യാനുള്ള ട്രൈയിലേക്ക് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റാണ് ഹൈ ഹീറ്റിൽ കേട്ടോ 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക. റൂമേ എന്താണത്? വേഗം വാ. പൊന്നുകുട്ടി എവിടെ? എവിടെ? ഉമ്മ എവിടെ? വാ വേഗം വാ. ഇവിടെ ഇവിടെ അമ്മ കിച്ചണിലാ പോണേ. റൂമേ അമ്മ പോണേ. വേഗം വന്നാ ഓടി വാ. ഓ ഇവിടെ കയറ്. കുട്ടി എവിടെ? എന്താ വേണ്ടേ? റൂമേ എന്താ വേണ്ടേ? പറയ്. എന്താ റൂമിക്ക് വേണ്ടേ? ഫുഡ് വേണോ? ഫുഡ് വേണോ? വേണോ? ഇത് കണ്ടിട്ട് ടൈറ്റാന്ന് ആരും പറയണ്ട കേട്ടോ. ഇത് നല്ല ലൂസാണ്. ഇത് കണ്ട ഇത്രയും ലൂസാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ട് 4 പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെസ്റ്റ് പീസ് മാത്രം ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ അധികം സമയമില്ല, അരമണിക്കൂറേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗാർലിക് പൗഡർ. പിന്നെ വേണ്ടത് പാപ്രിക്കയാണ്. പാപ്രിക്ക 1 ടീസ്പൂണോളം പാപ്രിക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റോസ്മേരി, അതിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ചെറുനാരങ്ങൻ്റെ നീരാണ് വെച്ചെടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു വര ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് വെക്കേണ്ടില്ല, പെട്ടെന്നായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് ഇതിവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് കാപ്സ് കുറച്ചിട്ട് എന്താ പറയുക പ്രോട്ടീൻ കൂട്ടുന്ന ഡയറ്റ് ഇല്ല, നമുക്ക് മെലിയാനും വെയിറ്റ് ലോസിനും ഒക്കെ ചെയ്യേണ്ടത് ഈ ഒരു ഡയറ്റാണ്. അപ്പോൾ അതാ ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം അതാ ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഒരു ഗ്രില്ല് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
എന്നിട്ടിത് ഗ്രില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇതും ഹൈ ഹീറ്റിൽ തന്നെ 250 ഡിഗ്രിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 40-45 മിനിറ്റോളം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് 40-45 മിനിറ്റ്സ് മതിയാവും. ഫുൾ ചിക്കനാണ് വെക്കണമെങ്കിൽ 1 ആണ് വേണ്ടി കേട്ടോ. ബാക്കിയുള്ള ആ ഒരു മസാല ഞാൻ ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 250 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ്സ്. ഇപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല ബേക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസും ഇവിടെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതാ നല്ല പാകത്തിലായി വന്നാണ്. പിന്നെ വെജിറ്റബിൾസ് നമ്മൾ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബ്രൊക്കോളിക്ക് നല്ല ആ ഒരു പച്ച കളർ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ പച്ച കളറിൽ നല്ല പച്ചയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ എടുക്കുക. പക്ഷേ ഇത് ടേസ്റ്റിയാണ്. മറ്റേത് ബോയിൽ ചെയ്തിട്ടും സ്റ്റീം ചെയ്തിട്ടൊക്കെ എടുക്കുക, കളർ ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് അത്ര കളർ ഉണ്ടാവില്ല, നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതല്ല. നമ്മൾ ആ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറും. അടിപൊളിയായിട്ടുള്ള നമ്മളെ ആ ഒരു ഗ്രിൽഡ് വെജിറ്റബിൾസും അതേപോലെ തന്നെ ഗ്രിൽഡ് ചിക്കനും ഇവിടെ റെഡി ആയി. നമുക്ക് അടുപ്പത്തേക്ക് കത്തിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈസി കോസിയാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മളത്. ഇത് അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചിക്കനേക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കാൻ. സാധാരണ വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാൻ നമുക്ക് അത്ര നല്ല ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷേ അധികം ആൾക്കാർക്കും പച്ചക്കറി അങ്ങനെ കഴിക്കാനൊരു മടിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റിയാണ്. ആ ഒരു ചിക്കനെക്കാട്ടിലും ആദ്യം തിന്ന് തീർക്കുക ഈ ഒരു വെജിറ്റബിൾസാണ്. പിന്നെ എന്താ പറയുക, പൊട്ടാറ്റോ വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പൊട്ടാറ്റോ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. പകരം നിങ്ങൾക്ക് വേറെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ മക്കളോട് പറയും, മക്കളെപ്പോഴും പറയും ചോറ് ഇന്നലെ കുറയ്ക്കണം, ആ ചോറ് ഇന്നലെ കുറയ്ക്കണം. ഞാൻ പറയും ഇങ്ങനത്തെയൊക്കെ സാധനമാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ ഈസി കോസിയാണ്, നമുക്ക് അടിപൊളിയായിട്ട് തിന്നാം. പക്ഷെ എന്നും ഇപ്പോൾ ഇത് ഉണ്ടാക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പം ബ്രൊക്കോളി ഒന്നും അങ്ങനെ ദിവസം നമ്മൾ വാങ്ങുന്ന ഒരു ഐറ്റം അല്ല. പകരം വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ശരി, അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.